ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓവനോ ബീറ്ററോ ഒന്നുമില്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. മുറിച്ച് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് 1.5 കപ്പ് മൈദ മാവ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 240 ml കപ്പിൽ 1.5 കപ്പാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. മാവിൽ ബേക്കിംഗ് പൗഡറും ഉപ്പും ബേക്കിംഗ് സോഡയും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടാനാണ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നത്. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ അരിച്ച് തന്നെ കേക്ക് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഈ മാവ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ വിസ്ക് വെച്ചിട്ടാണ് മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും മതിയാകും. എന്തെങ്കിലും വെച്ചിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ തൈര് കടയുന്ന പോലെ ഇതുപോലെ ബീറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം മുട്ട മാത്രം ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റ് കളർ ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല. മെൽറ്റ് ചെയ്ത ബട്ടർ 1 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സൈഡിലേക്ക് മാത്രം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മുഴുവനും ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും ചൂട് കൂടിപ്പോകരുത്, ചെറിയ ചൂടേ പാടുള്ളൂ. പാല് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്യാം. ഞാൻ 3/4 കപ്പ് പാലെടുത്തെങ്കിലും അത്രയും പാല് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നില്ല. നമുക്ക് ഈ മാർബിൾ കേക്കിനുള്ള ബാറ്റർ അല്പം കട്ടിയായിട്ട് വേണം കിട്ടാനായിട്ട്. അതുകൊണ്ട് 3/4 കപ്പ് പാലിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ച് പാല് മതിയാകും. ഒരല്പം കൂടെ പാലൊഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്രയും പാല് ബാക്കി വെച്ചിട്ടുണ്ട്. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂണും കൂടെ വേണം, അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പാലാണ് നമുക്ക് ബാക്കി വന്നത്. 2 ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിൽ നിന്നും പകുതി ഈ കൊക്കോ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്
ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ സൈഡിലും അടിയിലുമൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്പം കൂടുതലായിട്ട് ഇതുപോലെ സൈഡിലേക്ക് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കേക്ക് എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇനി ആദ്യം ചോക്ലേറ്റ് മിക്സിൽ നിന്നും ഒരു 1-2 ടേബിൾ സ്പൂൺ ഒരു സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മാർബിൾ കേക്ക് ഒഴിക്കുന്നത് ഡിസൈൻ ചെയ്യുന്നത് പല രീതിയിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സീബ്ര ലൈൻ വരച്ച് അങ്ങനെ ചെയ്യാം. സീബ്ര ലൈൻ വരയ്ക്കുവാണെങ്കിൽ റൗണ്ടായിട്ടുള്ള മോൾഡിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ വേറൊരു ഷേപ്പിൽ ചെയ്യുവാണ്. ഇതുപോലെ ഓരോ ബാറ്ററായിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചോക്ലേറ്റ് ബാറ്ററും ഒരു വാനില ബാറ്ററും മാറി മാറി ഒഴിച്ച് അടുത്ത ചോക്ലേറ്റ് ബാറ്ററിൻ്റെ അടുത്തായിട്ട് വാനില ബാറ്റർ ഒഴിക്കാം. വാനില ബാറ്ററിൻ്റെ അടുത്ത് ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കാം. അങ്ങനെ മാറി മാറി ഒഴിച്ച് എടുക്കാം. ഒരു ലെയർ മുഴുവനും ഞാനിതുപോലെ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ബാറ്ററിൻ്റെ മുകളിലായിട്ട് വാനില ബാറ്ററും അങ്ങനെ മാറി മാറിയായിട്ട് ഒഴിച്ചിട്ടുണ്ട്. മുഴുവനും ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. വരയ്ക്കുമ്പോൾ ടൂത്ത് പിക്ക് താഴെ വരെ മാവിൻ്റെ അടിഭാഗത്ത്, പാത്രത്തിൻ്റെ അടിഭാഗത്ത് എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരച്ചു കൊടുക്കണം. മുകൾ ഭാഗത്ത് മാത്രമല്ല, മാവിൻ്റെ മുഴുവനായിട്ടും വരച്ചു കൊടുക്കണം. എന്നാലേ കേക്കിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇതേ ഡിസൈന് കിട്ടുള്ളൂ. ഞാനിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഗ്യാസിൽ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കർ ചൂടാക്കാനായിട്ട് വെക്കണം. കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ട് അടച്ച്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വേണം. അടച്ച് ഒരു 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്ക് 50 മിനിറ്റ് ആയപ്പോഴാണ് ഈ കേക്ക് ബേക്കായിട്ട് വന്നത്. കുത്തി നോക്കാം. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്നും മാറ്റാം. അതിനുശേഷം നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ കേക്ക് മുറിക്കാവൂ. നന്നായിട്ട് തണുത്ത ശേഷം കഴിക്കുമ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല മുറിക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.